സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം. എനിക്ക് തോന്നുന്നു 2 days ബിഫോറാണ് ഞാനത് എടുത്തത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കോമൻറ്റാണ് കേട്ടോ. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡിവോഴ്സായി കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷേപം പോലെ എനിക്ക് ഫീൽ. ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് റിയാക്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിൻ്റെ ഒരു കേസ് വന്നിരുന്നു. ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ തന്നെ, 2 കുട്ടികളുണ്ട്, ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ അറിയാം ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. കല്യാണം കഴിയുന്ന സമയത്ത് അതായത് ഹസ്ബൻഡ് പറഞ്ഞു പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞ് പഠിപ്പിച്ചൊന്നുമില്ല, പഠനമൊക്കെ പാതി വഴിയിൽ അങ്ങനെ നിന്നുപോയി. ഇപ്പോൾ ഡിവോഴ്സായി കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും ചെയ്യാനില്ല. കാരണം +2 മാത്രം വിദ്യാഭ്യാസമുള്ള ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യം അവർ എന്നോട് മുന്നേ ചോദിച്ചു. അപ്പോൾ ഇത് കാണുന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളതേ, സ്ത്രീകളോട് പറയാനുള്ളതേ, ഇതുപോലെയുള്ള ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തും, പരിഹസിക്കും, എല്ലാം ചെയ്യും. അതിന് മുന്നേണ്ടല്ലോ നിങ്ങൾ സ്വന്തം കാലിൽ തന്നെ നിൽക്കണം. ഈ ജീവിതം എന്ന് പറയണത് ചിലപ്പോൾ ഒടിച്ചു നുറുക്കി നമ്മുടെ കയ്യിൽ വെച്ച് തരും. എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനു മുന്നേ നമുക്ക് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. ഓക്കെ.